ബി.ജെ.പി. സർക്കാർ വാഷിംഗ് മെഷീൻ സർക്കാർ. രാജ്യത്തിന്റെ ശബ്ദമാണ് ഭരണഘടന. സർക്കാർ അദാനിക്ക് വേണ്ടി എല്ലാം അട്ടിമറിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകളാണിത്. ലോക്സഭയിലെ കന്നിപ്രസംഗത്തിൽ ബി.ജെ.പിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രിയങ്ക ഗാന്ധി നടത്തിയത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അവർ. പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: 100 കോടി ജനങ്ങളുടെ പോരാട്ടത്തിന്റെയും കരുത്തിന്റെയും പ്രതീകവും പ്രതീക്ഷയുമാണ് ഭരണഘടന. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്ന കവചമാണിത്. നീതിയും ഐക്യവും ആവിഷ്കാരവും ഉയർത്തിപ്പിടിക്കുന്നതിന് പൗരന്മാർക്ക് നൽകുന്ന സംരക്ഷണ കവചം. എന്നാൽ ഭരണഘടനയിലെ എൻ്റെ സുഹൃത്തുക്കൾ ആ സംരക്ഷണ കവചം നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. സമ്പലിലെ കുറച്ചുപേർ ജനങ്ങളെ കാണാൻ വന്നിരുന്നു. അദ്നാൻ, ഹുസൈൻ എന്നീ 2 കുട്ടികൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരാൾക്ക് എൻ്റെ മകന്റെ പ്രായമാണ്. അവരുടെ പിതാവ് തയ്യൽക്കാരനാണ്. എൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു ആ പിതാവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. മികച്ച വിദ്യാഭ്യാസം നേടി മക്കളിൽ ഒരാൾ ഡോക്ടർ ആകുന്നതും രണ്ടാമത്തെയാൾ മികച്ച നിലയിലെത്തുന്നതും അദ്ദേഹം പ്രതീക്ഷിച്ചു. അദ്ദേഹത്തെയാണ് പോലീസ് വെടിവെച്ച് കൊന്നത്. മക്കൾ ആ സ്വപ്നം ഹൃദയത്തിലേറ്റി വളരുകയാണ്. ഭരണഘടനയുടെ അന്തസ്സത്ത് ഉള്ളിലുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പ്രതീക്ഷയോടെ ജീവിക്കുന്നത്. കൂടാതെ അദാനി വിഷയം സഭയിൽ ഉയർത്തിയ പ്രിയങ്ക ഒരു വ്യക്തിക്ക് വേണ്ടി കേന്ദ്രം അട്ടിമറിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജനത്തെ വരിഞ്ഞു മുറുക്കുന്ന വേളയിലും സർക്കാർ പിന്തുണയ്ക്കുന്നത് അദാനിയെയാണ്. കർഷകരെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ജനതയെ മോദി സർക്കാർ വഞ്ചിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയാണ്. സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കിയിരിക്കുകയാണ്. വാഷിംഗ് മെഷീൻ സർക്കാരായി മോദി സർക്കാർ മാറിയെന്നും പ്രിയങ്ക പരിഹസിച്ചു. ഇതോടെ സ്പീക്കർ ഇടപെടുകയായിരുന്നു. ഭരണഘടനയെക്കുറിച്ചാണ് ചർച്ചയെന്ന് പ്രിയങ്കയെ സ്പീക്കർ ഓർമ്മിപ്പിച്ചു. ഭരണഘടനയെ വഞ്ചിക്കുന്നതിനെതിരെ രൂക്ഷമായ പ്രതിഷേധം ഉയർത്തുമെന്ന് പ്രിയങ്ക മറുപടിയും നൽകി. ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടത്താൻ ധൈര്യമുണ്ടോ എന്ന് പ്രിയങ്ക ഭരണപക്ഷത്തോട് ചോദിച്ചു. സത്യം പറയുന്നവരെ ജയിലിലിടുന്നു. പ്രതിപക്ഷ നേതാക്കൾ, മാധ്യമ പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ എല്ലാവരെയും ജയിലിലിടുന്നു. രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്നു. അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ ഉപയോഗിക്കുന്നു. ഭയത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അദാനി വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാരിന് ഭയമാണെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. അതേ ദിവസം കഴിഞ്ഞ ദിവസങ്ങളാണ് ഉത്തർപ്രദേശിലെ സംബാൽ ആക്രമണത്തിൽ ഇരയായവരുടെ കുടുംബങ്ങളെ കണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയത്. സംഘർഷത്തിൽ കൊല്ലപ്പെട്ട 5 യുവാക്കളുടെ ബന്ധുക്കളുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. രാഹുലിന്റെ വസതിയായ 10 ജൻപദിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. പ്രിയങ്ക ഗാന്ധിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. യു.പിയിലേക്ക് രാഹുലിന് പ്രവേശനം നിഷേധിക്കപ്പെട്ടതിനാലാണ് ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച 1.5 മണിക്കൂർ നീണ്ടുനിന്നു. ഇരകളുടെ കുടുംബങ്ങൾക്ക് രാഹുൽ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. നവംബർ അവസാന വാരത്തിൽ സംബൽ ജില്ലയിലെ ഷാഹി ജമാ മസ്ജിദ് സർവേക്കിടെയുണ്ടായ സംഘർഷത്തിന് പിന്നാലെ പോലീസ് നടത്തിയ വെടിവയ്പിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. സംബൽ ജില്ലയിലെ ഷാഹി ജമാ മസ്ജിദ് സ്ഥാനത്ത് ക്ഷേത്രമായിരുന്നുവെന്നും മുഗൾ ഭരണകാലത്ത് ക്ഷേത്രം തകർത്ത് അവിടെ പള്ളി പണിതതാണെന്നും ആരോപിച്ച് സുപ്രീം കോടതി അഭിഭാഷകനായ വിഷ്ണു ശങ്കർ ജെയിൻ നൽകിയ ഹർജിയിൽ സംബൽ ജില്ലാ കോടതിയാണ് അഭിഭാഷക സംഘത്തെ സർവേക്ക് നിയോഗിച്ചിരുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.